Hello friends, welcome back. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് demonstrative pronouns ആണ്. This, that, these, those. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിയായ ഉപയോഗം എക്സാമ്പിൾസ് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ demonstrative pronouns ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് നമ്മൾ വസ്തുക്കളെ പറ്റി പറയാനോ ആളുകളെ പറ്റി പറയാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. അതായത് ഒരു വസ്തു, അടുത്തുള്ളൊരു വസ്തു അല്ലെങ്കിൽ അകലുള്ളൊരു വസ്തു എന്നൊക്കെ പറയാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ദിസും ദാറ്റും നോക്കാം. അപ്പോൾ ദിസും ദാറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോഴാണ്. അതായത് സിംഗുലാർ നൗണിനെ പറ്റി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരൊറ്റ പേനാണെങ്കിൽ നമ്മൾ സിംഗുലാർ എന്നാണ് പറയുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടെണ്ണമാകുമ്പോൾ അത് പ്ലൂറലാവും. സോ ദിസും ദാറ്റും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക സിംഗുലാർ നൗണിനെ പറ്റി പറയാനായിട്ട്, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ പറ്റിയോ പറയാനായിട്ടാണ് നമ്മൾ ദിസും ദാറ്റും യൂസ് ചെയ്യുക. ഇനി നമ്മൾ ദിസ് പറയുക അടുത്തുള്ളൊരു വസ്തുവിനെ പറ്റി പറയാനാണ്. അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. അപ്പോൾ ഈ പേന അടുത്തല്ലേ, അതുകൊണ്ട് ഞാൻ ദിസ് ഈസ് എ പെൻ എന്ന് പറയും. അതുപോലെ തന്നെ ദിസ് ഈസ് മൈ പെൻ, ഇതെൻ്റെ പേനയാണ്. ഇപ്പോൾ ഇത് എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ദിസ് യൂസ് ചെയ്യും. ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുക അകലെയുള്ളൊരു വസ്തുവിനെ പറ്റി പറയാനാണ്. ഇപ്പോൾ ഇതേ പെൻ തന്നെ ഇപ്പോൾ ഞാൻ ബെഡ്റൂമിലാണ്, ഈ പേന ഇപ്പോൾ ഹാളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദാറ്റ് ഈസ് മൈ പെൻ, ദാറ്റ് ഈസ് മൈ പെൻ, അതെൻ്റെ പേനയാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ പെൻ, അതൊരു പേനയാണ്. സോ അടുത്തുള്ളൊരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ദിസ് യൂസ് ചെയ്യും. അതായത് ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. ഇനി അകലുള്ളൊരു വസ്തുവാണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് എ പെൻ, അതൊരു പേനയാണ്. സോ ദിസ് എന്ന് പറയുമ്പോൾ ഇത്, ദാറ്റ് എന്ന് പറയുമ്പോൾ അത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഒരു ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ബാഗ് എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ദിസ് ഈസ് എ ബാഗ്, ഇതൊരു ബാഗാണ്. ഇതേ ബാഗ് തന്നെ ദൂരെയാണെന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ പറയും ദാറ്റ് ഈസ് എ ബാഗ്, അതൊരു ബാഗാണ്. അതുപോലെ തന്നെ ഒരു ബുക്ക്, ദിസ് ഈസ് എ ബുക്ക്, ബുക്ക് അടുത്താണെങ്കിൽ ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയും. ഇതേ ബുക്ക് തന്നെ അകലെയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബുക്ക്, ദാറ്റ് ഈസ് എ ബുക്ക്. പിന്നെ നമ്മൾ വസ്തുക്കളെ പറ്റി പറയാൻ മാത്രമല്ല ആളുകളെ പറ്റി പറയാനും നമ്മളിത് യൂസ് ചെയ്യും. ഇപ്പോൾ പറയാം നമുക്ക് ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്, അതെൻ്റെ ഫ്രണ്ടാണ്. ദിസ് ഈസ് മൈ ചൈൽഡ്, ഇതെൻ്റെ കുട്ടിയാണ്. ഇങ്ങനെയൊക്കെ പറയാനും നമ്മൾ ദിസും ദാറ്റും യൂസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിലൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് എല്ലാ സെൻറ്റൻസിലും നമ്മൾ യൂസ് ചെയ്തത് ഈസ് ആണ്. ദിസ് ഈസ്, ദാറ്റ് ഈസ്, ദിസ് ഈസ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുക ഈസ് ആണ്. ദിസും ദാറ്റും നമ്മൾ സിംഗുലർ നൗണിനെ പറ്റി പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുക ഈസ് ആയിരിക്കും. അതായത് ഈസ് എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ഇതിൻ്റെ മീനിങ് എന്ന് വരുമ്പോൾ ആണ്, ആകുന്നു എന്നൊക്കെ അർത്ഥം വരെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുക. ഈ പറഞ്ഞ എക്സാമ്പിളിൽ ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. ദിസ് ഈസ് മൈ പെൻ, ഇതെൻ്റെ പേനയാണ്. അപ്പം ആണ്, ആകുന്നു എന്നൊക്കെ അർത്ഥം വരാനാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ദിസും ദാറ്റും കണ്ടു. ദിസ് എന്ന് പറയുമ്പോൾ ഇത്, ദാറ്റ് എന്ന് പറയുമ്പോൾ അത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ദീസും ദോസും. അപ്പോൾ ദീസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം, ദോസ് എന്ന് പറയുമ്പോൾ അതെല്ലാം. സോ ഇതെല്ലാം അതെല്ലാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പ്ലൂറൽ നൗണിനെ പറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയോ പറയുമ്പോഴാണ് നമ്മൾ ദീസും ദോസും യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ നൗൺസ്. അതായത് ഈ രണ്ട് പേന, ഇതിപ്പോൾ പ്ലൂറലാണ്. ഇതിൽ നമ്മൾ ദീസ് യൂസ് ചെയ്യുക അടുത്തുള്ള വസ്തുക്കളെ പറ്റി പറയാനാണ്. അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ നമ്മുടെ അടുത്താണെങ്കിൽ നമ്മൾ ദീസ് യൂസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോൾ രണ്ട് പേന ഒന്നിൽ കൂടുതലുണ്ട്, എൻ്റെ അടുത്താണ്, എൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ നമുക്ക് പറയാം ദീസ് ആർ മൈ പെൻസ്, ഇതെല്ലാം എൻ്റെ പേനകളാണ്. അല്ലെങ്കിൽ ദീസ് ആർ പെൻസ്, ഇതെല്ലാം പേനകളാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ദോസ് യൂസ് ചെയ്യുക? ദോസ് എന്ന് പറയുമ്പോൾ ഇതേ പേനകൾ തന്നെ ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോസ് യൂസ് ചെയ്യും. അതായത് നമുക്ക് പറയാം ദോസ് ആർ മൈ പെൻസ്, അതെല്ലാം എൻ്റെ പേനകളാണ്. അല്ലെങ്കിൽ ദോസ് ആർ പെൻസ്, അതെല്ലാം പേനകളാണ്. ഇനി ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ദീസും ദോസും യൂസ് ചെയ്യാം. അതായത് നമ്മൾ പറയില്ലേ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, ദീസ് ആർ മൈ ഫ്രണ്ട്സ്, ദോസ് ആർ മൈ ഫ്രണ്ട്സ്, ദീസ് ആർ മൈ ചിൽഡ്രൻ, ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയില്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ദിസിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഓക്കെ, ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്. ഇവിടെ വരുമ്പോൾ ദീസ് ആർ മൈ ഫ്രണ്ട്സ്, പ്ലൂറൽ നൗൺ, അതായത് ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ്. ദോസ് ആർ മൈ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ദിസും ദാറ്റും അതുപോലെ തന്നെ ദോസും ദീസും. ഇവിടെ ദോസും ദീസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമ്മളെല്ലാ സെൻറ്റൻസിലും നമ്മൾ യൂസ് ചെയ്തത് ആർ എന്ന ഹെൽപ്പിംഗ് വേർബാണ്. സോ പ്ലൂറൽ നൗണുകളെ പറ്റി പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആർ എന്ന ഹെൽപ്പിംഗ് വേർബാണ്. അതായത് ആണ്, ആകുന്നു. ഈസിൻ്റെ സെയിം മീനിങ് ആണ്. ഈസ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ നൗണിൻ്റെ ഒപ്പമാണ്. ആർ നമ്മൾ യൂസ് ചെയ്യുക പ്ലൂറൽ നൗണിൻ്റെ ഒപ്പമാണ്.
ആണ് ആകുന്നു എന്ന സെയിം മീനിങ് തന്നെ. ഹെൽപ്പിംഗ് വേർബ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്കപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദിസും ദാറ്റ്, ദീസ്, ദോസ്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.